എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാമത്തെ അധ്യായം, 16-ാമത്തെ അധ്യായമാണ് ഇനി കാണാനുള്ളത്. അത് ചുരുക്കി പറഞ്ഞിട്ട് വായിക്കാം. सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം. 16-ാമത്തെ അധ്യായത്തിൽ ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ രാജ്യഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു രാജാവ് എപ്രകാരമായിരിക്കണം തൻ്റെ പ്രജകളെ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിലെ വിഷയം. തൻ്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു വെച്ചാൽ അതേപോലെ വേണം. ഒരച്ഛൻ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നത് വെച്ചാൽ അതേപോലെ വേണത്രേ രാജാക്കന്മാർ രാജ്യം ഭരിക്കാനായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് കള്ളന്മാരുടെ ഒരു പേടിയോ അല്ലെങ്കിൽ അതൊന്നും തസ്കര ശബ്ദം നിഘണ്ടോല് മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പുസ്തകത്തിൽ വായിക്കുമ്പോഴേ കള്ളന്ന് കേൾക്കുമെന്നാണ്, അല്ലാതെ പുറത്ത് എവിടെയും കള്ളന്മാർ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്നും കള്ളന്മാരല്ലേ, എല്ലായിടത്തും ഡെയിലി കള്ളൻ്റെ ശബ്ദവും അഗ്നി ഭയവും എല്ലാ മൃഗങ്ങളുടെ ഭയവും. അപ്പോൾ ഇതൊക്കെ എന്തിനെ കാണിക്കുന്നത്? ഇപ്പോൾ മൃഗങ്ങളൊക്കെ നാട്ടിലാണ്, ആനയും പുലിയും. ഞങ്ങളുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ, അടുത്ത് 10 മിനിറ്റ് നടന്ന റെയിൽവേ സ്റ്റേഷനായി അവിടെ. നാളെ പുലി ഇറങ്ങിയിട്ട് നായയൊക്കെ കടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പിന്നെ പന്നി, മയില, കുരങ്ങൻ പറഞ്ഞ എല്ലാ മൃഗങ്ങളും ഇപ്പം നാട്ടിലാണ്. അവർക്ക് തിന്നാൻ കാട്ടിൽ ഇഷ്ടം പോലെ ഇല്ലാഞ്ഞിട്ടാണ് അത്ര നാട്ടിലേക്ക് വരണതെന്ന് പറയുന്നു. അപ്പം എന്തായാലും ഇവിടെ എല്ലാം തികഞ്ഞൊരു സമയമായിരുന്നു പരീക്ഷത്തിൻ്റെ കാലം എന്നാണ്. സ്നേഹപൂർവ്വം പരിപാലിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മഹത്വം കൊണ്ട് രാജ്യമൊക്കെ വളരെ സമൃദ്ധമായി, ജനങ്ങളൊക്കെ ആനന്ദഭരിതരായി തീർന്നു എന്നാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട്, എല്ലാവരുടെയും മനസ്സിലും ചൂടാണ്. അതേപോലെ തന്നെ ഈ പ്രകൃതിയും ചൂടായിട്ടിരിക്കുക അല്ലേ. നമുക്ക് ആലോചിച്ചറിയാം, മനസ്സിൻ്റെ ചൂടാണോ വലുത്, പ്രകൃതിയുടെ ചൂടാണോ വലുത് എന്നറിയില്ല. അങ്ങനെ എരിതീയിലും മറചട്ടിയിലും ആയിട്ടാണ് ഓരോ വീട്ടിലും കഴിയുന്ന ആൾക്കാർ. പ്രായമായവരാണെങ്കിൽ അവർക്ക് എവിടെയും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ നെടുവീർപ്പിട്ട് കഴിയേണ്ട അവസ്ഥ, ആരും ഒന്നും മിണ്ടാനും പറയാനും ഇല്ല. അവരെ ജീവിതം വേസ്റ്റാണോ എന്നതൊരു തോന്നൽ അവർക്ക് വരിക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ചെറുപ്പക്കാരാണെങ്കിലും അവർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ആയിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ, ജീവിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാം പതിവിന് വിപരീതമായിട്ട്, പ്രകൃതിക്ക് വിപരീതമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രകൃതി കുറച്ചായിട്ട് നമുക്ക് തിരിച്ചടിച്ച് കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിത രീതി, ജീവിത സ്റ്റൈൽ എല്ലാം മാറിപ്പോൾ ഇല്ലേ. കുട്ടികളുടെയൊക്കെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവരെ എണീക്കലും അവരുടെ ഭക്ഷണം കഴിക്കലും അവരുടെ ജോലിയും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നാടൊഴുകുമ്പോൾ നടുവ് കൂടെ ഒഴുകാനേ പറ്റുള്ളൂ അല്ലേ. നാട് കാലം പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനേ നമുക്ക് സാധിക്കും. ഇതൊക്കെ ആ മഹൽ ശക്തിയുടെ സങ്കല്പമാണെന്ന് കൽപ്പിച്ചുകൊണ്ട് കലികാലത്തിൻ്റെ പ്രഭാവമാണ് അപ്പോൾ കാണുന്നത്. ഇവിടെ പറയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ, എപ്പോഴാണോ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തിയെച്ചാൽ ആ നിമിഷം തൊട്ട് കലി ഇവിടെ ആവിർഭവിച്ചു. അപ്പോൾ പരീക്ഷത്തിൻ്റെ, പക്ഷേ കലി ആവിർഭവിച്ചാലും നല്ലൊരു രാജാവുണ്ടായാൽ കലി അവിടെ ബാധിക്കില്ല എന്നാണ്. അപ്പോൾ ആ പരീക്ഷത്തിൻ്റെ ഭരണകാലത്ത് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും കലിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. കലിക്ക് എത്തി നോക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി നോക്കാനും കൂടെ പറ്റില്ല എന്നർത്ഥം. എന്നാൽ ഇതന്നെ നമ്മളെ ആചാര്യന്മാർ പറഞ്ഞു തരും, നമ്മൾക്കൊക്കെ വേണമെങ്കിലും കലിയുടെ ബാധ കൂടാതെ ജീവിക്കാം. ഓരോ വ്യക്തികൾക്കും ഹൃദയുഗത്തിൽ വേണമെങ്കിൽ ജീവിക്കാമെന്നാണ്. കലി ബാധിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ജീവിക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്. എന്നാലും ശ്രമിച്ചാൽ നമുക്ക് സത്യയുഗത്തിലോ ഹൃദയയുഗത്തിലോ ഒക്കെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. നമ്മുടെ
പ്രവൃത്തി ദോഷം കൊണ്ടാണല്ലോ നമ്മളെ കലി ബാധിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി ദോഷമില്ലാതെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുമെന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. നിവൃത്തി മാർഗം തരിക, നാമം ജപിക്കുക, ഏതിലും ഒരുപാട് കൂടുതൽ ഇൻവോൾവ് ആവാതെ ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിമിറ്റിൽ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും അല്ലേ. അതേപോലെ ഓവറായിട്ട് ഒന്നിലും ഇടപെടാതെ കണ്ട് കർമ്മം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കതൊക്കെ വേണ്ടി വരും. അതിനാണ് നമുക്ക് ഈ വാനപ്രസ്ഥാശ്രമവും സന്യാസവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ആശ്രമധർമ്മങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഒരു കാലം കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ കൂടുതൽ ഒന്നിലും ഇടപെടാതെ, ഒന്നിനോടും മുട്ടലില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യൗവനത്തിൽ ചെയ്തിരിക്കണം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മക്കളെ ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വഴി നോക്കണം എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ശ്രീകൃഷ്ണൻ്റെ അന്തർധാനം നിമിഷം തൊട്ടിട്ട് കലി അവിടെ ആവിർഭവിച്ചു. പക്ഷേ പരീക്ഷിത്തിൻ്റെ ഭരണകാലത്ത് അവിടെ എത്തി നോക്കാൻ പോലും കലിക്ക് ധൈര്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കലി ഒന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചു. ധർമ്മത്തെയും ഭൂമിദേവിയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉടനെ അവിടെ മഹാരാജാവ് എത്തിയെന്നാണ്. അത്രയേ ഉള്ളൂ ഈ അധ്യായത്തിലെ ബാക്കി ഭാഗം. 17ാമത്തെ അധ്യായത്തിലാണ്. അത് നമുക്ക് അടുത്ത ദിവസം അടുത്തതിൽ കാണാം. അപ്പോൾ നമുക്കിത് 16ാമത്തെ അധ്യായം ഒന്ന് വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ അധ്യായത്തിലാകെ 19 അധ്യായങ്ങളാണുള്ളത്. അതിലിപ്പോൾ 16ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതൊന്ന് വായിച്ചിടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ നമോ നമ. സൂത ഉവാച തതഃ പരീക്ഷ്യദ്വിജവരെ ശിക്ഷയാ മഹീം മഹാഭാഗവതശാസഃ യദാ ഹി സൂത്യാമഭിജാതകോവിദാ സമാദിശൻ വിപ്ര മഹദ്ഗുണസ്തഥാ സ ഉത്തരസ്യ തനയാമുപയേമ ഇരാവതീം ജനമേജയാദീം ചതുരസ്തസ്യാമുത്പാദയൽ സുതാൻ ആജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരിദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാക്ഷിഗോചരാ നിജഗ്രാഹൗജസാ വീരകലിം ദിഗ്വിജയേ കുജിൽ നൃപലിംഗധരം ശൂദ്രം ഘ്നന്ദം ഗോമിധ്വനം പദാ. ശൗനക ഉവാച കസ്യ ഹേതോർനിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവ ചിഹ്നദൃശൂദ്ര കോസൗഗാമ്യപദാഹനത് തത്കഥ്യതാം മഹാഭാഗാ യതി കൃഷ്ണകഥാശ്രയം അധവാസ്യ പദാംഭോജമകരന്ദലികാം സതാം കിമന്യേരസദാലാപൈരായുഷോ യദസദ്വ്യയാ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യാനാമൃതമിച്ഛതാം മിഹോപഹൂതോ ഭഗവാൻ മൃത്യുശ്യാമിത്രകർമ്മണി ന കശ്ചിന്മ്രിയത്തെ താവത് യാവദാസ്ത ഇഹാന്തക ഏതദർത്ഥം ഹി ഭഗവാൻ ആഹൂത പരമർഷിഭിः അഹോ നൃലോകേ പീയേതാ ഹരിലീലാമൃതം വച മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിः. സൂത ഉവാച യഥാ പരീക്ഷകുരുജാങ്കലേ ശൃണോൽ കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താമനധിപ്രിയാം തദശരാസനം സംയുഗശൗണ്ഡിരാദദേ സ്വലംകൃതം ശ്യാമതുരംഗയോജിതം രഥം മൃഗേന്ദ്രധ്വജമാശ്രിതപുരാത് ഋതോരഥാശ്വദ്യുവഭക്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗതാ ഭദ്രാശങ്കേതുമാലം ച ഭാരതം ചോത്തരാൻ കുരുൻ കിം പുരുഷാദീനി വർഷാണി വിജിത്യ ജഗൃഹേ ബലിം തത്ര തത്രോപശൃണ്വാന സ്വപൂർവേഷാ മഹാത്മനാം പ്രഗീയമാണം ചയശകൃഷ്ണമാഹാത്മ്യസൂചകം ആത്മാനം ച പരിത്രാതമശ്വത്ഥാംനോസ്ത്രതേജസാ സ്നേഹം ച വൃഷ്ണിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ തേഭ്യഃ പരമസന്തുഷ്ട പ്രീത്യുജൃംഭിതലോചനാ മഹാധനാനിവാസാം സീതദോഹാരാൻ മഹാമനാ സാരഥ്യപാരഷദസേവന സഖ്യദൗത്യവീരാസനാനുഗമനസ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽപ്രണതിം ച വിഷ്ണോർഭക്തിം കരോതി നിർദിശ്ചരണാരവിന്ദേ തസ്സേവം വർത്തമാനസ്യ പൂർവേഷാം മൃത്യുവന്വഹം നാതിദൂരേ കിലാശ്ചര്യം യഥാസിൽ തന്നിബോധമേ ധർമ്മപദൈകേന ചരന്മിച്ഛായാമുപലഭ്യകാം പൃച്ഛതി സ്മാശ്രുവദനാം വിവത്സാമിവ മാതരം ധർമ്മ ഉവാച കച്ചിൽ ഭദ്രേ നാമ
ഭദ്രേയനാമയസ്മാത്മനസ്തേ വിച്ഛായാസിംലായ ദേശന്മുഖേന ആലക്ഷയേ ഭവതി മന്ദരാധിം ദൂരെ ബന്ധം ശോചസി കഞ്ചനാം വാ പാതേർന്യൂനം ശോചസി മൈകപാദമാത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം ആഹോസുരാദിൻ ഹൃദയജ്ഞഭാഗാൻ പ്രജ ഉദസ്വിന്മകപത്യവർഷതി അരക്ഷ്യമാണാ സ്ത്രിയോർവിബാലാൻ ചോജസ്യതോ പുരുഷാ ധൈര്യവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യ രാജകുലേ കുലാഗ്രാൻ കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ വാസനപാനവാസസ്നാനവ്യവായോന്മുഖജീവലോകം യദ്വാംബത്തെ ഭൂരിഭരാവതാരകൃതാവതാരസ്യ ഹരേ ധരിത്രി അന്തർഹിതസ്യ സ്മൃതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി ഇദം മമാചക്ഷസവതവാധിമൂലം വസുന്ധരേയേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസാസുരാർച്ചിതം കിം ഹൃതമംബ സൗഭഗം ധരണ്യുവാച ഭവാൻ ഹി വേദതൽസർവം യന്മാൻ ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തസേ യേന പാതർലോകസുഖാവഹൈ സത്യം ശൗചം ദയാ ക്ഷാന്തി ത്യാഗ സന്തോഷാർജവം ശമോദമസ്തവസാമ്യം ദിദിക്ഷോപരതി ശ്രുതം ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം ഗാന്ധിർധൈര്യം മാർദ്ദവമേവ ച പ്രാഗൽഭ്യം പ്രശ്രയശീലം സഹ ഓജോബലം ബഘാഗാംഭീര്യം സ്ഥൈര്യമാസ്തിക്യം കീർത്തിർമാനോനഹംകൃതി ഏതേ ചാന്യേ ച ഭഗവൻ നിത്യാ എത്ര മഹാഗുണാ പ്രാർത്യാ മഹത്വമിച്ഛദ്ഭിർവിയന്തി സ്മ കർഹി ജൽതേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമി രഹിതം ലോകം പാപ്മനാ കലിനേക്ഷിതം ആത്മാനം ച അനുശോചാമി ഭവന്തം ച അമരോത്തമം ദേവാൻ ഋഷീൻ പിതॄൻ സാധൂൻ സർവാൻ വർണ്ണാംസ്തഥാശ്രമാം ബ്രഹ്മാദയോ ബഹുതിതം യഥപാങ്കമോക്ഷകാമാസ്തപസ്സമചരൻ ഭഗവത്പ്രപന്നാ സാ ശ്രീസുവാസമരവിന്ദവനം വിഹായ അയൽപാദസൗഭഗമലം ഭജതേനുരക്താ തസ്യാഹമബ്ജകുലിശാങ്കുശകേതുകേതൈ ശ്രീമത്പദേർഭഗവതസ്സമലങ്കൃതാംഗീ ത്രീനത്യരോച ഉപലഭ്യ തതോ വിഭൂതിം ലോകാൻ സമാമിസൃജതുൽസ്മയതീം തദന്തേ യോ വൈ മമാദിഭരമാസുരവംശാവംശരാജ്ഞാമക്ഷൗഹിണീശതമപാനുദദാത്മതന്ത്രാ ത്വാം ദുസ്തമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയന്യദുഷുരമ്യമഭിഭ്രദംഗം കാവാസഹേതവിരഹം പുരുഷോത്തമസ്യ പ്രേമാവലോകരുചിരസ്മിതവൽഗുജൽപൈ സ്ഥൈര്യം സമാനമഹരന്മധുമാനിനീനാം രോമോത്സവോ മമയദംഘ്രിവിടങ്കിതായ തയോരേവം കഥയതോ പൃഥ്വീർധർമ്മയോസ്തദാ പരീക്ഷിന്നാമ രാജർഷി പ്രാപ്ത പ്രാചീം സരസ്വതീം ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമംസ്യാം സംഹിതായം പ്രഥമസ്കന്ധേ പൃഥ്വീധർമ്മസംവാദോ നാമ ഷോഡശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.